السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل آيات بينات ولم يجعل له عوجا منه آيات محكمات هن أم الكتاب والذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلستنا الجديدة من تيسير النحو. അറബി ഭാഷയുടെ കെട്ടിക്കുടുക്കുകൾ അഴിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാഠ്യപദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. എന്തെങ്കിലും കെട്ടിക്കുടുക്കുണ്ടോ അറബി ഭാഷയിൽ? അറബി ഭാഷയിൽ എന്തെങ്കിലും കെട്ടിക്കുടുക്കുണ്ടോ എന്ന്. അതിനാണ് വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞു, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഖുർആൻ വന്നപ്പോൾ ലിസാനിൻ അറബിയ്യിൻ മുബീനാണ്, സ്ഫുടമായ അറബി ഭാഷ. വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞു. ഖുർആനിൽ കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഖുർആനിലെ വ്യാകരണത്തിലും കോംപ്ലിക്കേഷൻ. ഖുർആനിലെ വ്യാകരണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എളുപ്പമാണ്. നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഹുറൂഫുൽ ജർ, കസ്റത്ത് വരുത്തുന്ന പദങ്ങൾ, അവയുടെ സബ്സിഡിയറി അല്ലെങ്കിൽ അതിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കസ്റത്ത് വരുത്തുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്? ഹുറൂഫുൽ ജർ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മാഷാ അല്ലാഹ്. ലീ മിൻ അൻ മഅ ബി ഫി അല ഇല, ഇതാണ് 8 എണ്ണം നമ്മൾ പഠിച്ചത്. ലീ മിൻ അൻ മഅ ബി ഫി അല ഇല, ഇത് നമ്മൾ 1ാം ക്ലാസ് പോലെ പഠിക്കുകയാണ്. ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിരുന്നു അത് അന്ന് വരെ പഠിപ്പിച്ചത്. അന്ന് പഠിപ്പിക്കാത്ത ചില ഹർഫുകൾ കൂടി ഉണ്ട്, ചില ഹുറൂഫും കൂടി ഉണ്ട്. അതാണ് ഇന്ന് ആഡ് ചെയ്യുന്നത് അതോടൊപ്പം. അത് ഇങ്ങോട്ട് വൈകിപ്പിക്കാൻ വേറെ കാരണമൊന്നുമില്ല, ഒരേ ഒരു കാരണമേ ഉള്ളൂ. അന്ന് അത്രയും പഠിപ്പിച്ചു, 8 എണ്ണം ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി 8 എണ്ണം പഠിപ്പിച്ചു. അതുകൊണ്ട് ബാക്കി ഇപ്പൊ പഠിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഹത്ത എന്ന പദം ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കസ്റത്ത് വരുത്തുന്നതായി, ഹർഫ് ജറായിട്ട്. ഹത്ത മത്ലഉൽ ഫജ്റിൽ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഉള്ളത് വാവുൽ ഖസം എന്ന് പറയാം. ഖസമിന്റെ വാവ്, എല്ലാ വാവുമല്ല, ഖസമിന്റെ വാവ്. അത് എവിടേക്കാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നുള്ളത് കാഫ്. കാഫ് വരുമ്പോ, കാഫ് എന്ന് പറയുന്നത് ക എന്നാണ് വരുന്നത്. വാവെന്നും കാഫ് എന്നൊക്കെയാണ്. അതായത് ഒറ്റ അക്ഷരമാണെങ്കിൽ അതിന്റെ പേരാണ് പറയുക. ഫീ എന്ന് പറയുമ്പോൾ ഫീ എന്ന് പറയും. കാരണം ഫീയില് എത്ര അക്ഷരമുണ്ട്? ഫീയിൽ എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം ഉണ്ടോ? നിങ്ങൾ അറബി സാറാണോ കണക്ക് പഠിപ്പിച്ചത്? അറബി സാർ കണക്ക് പഠിപ്പിച്ചാണോ കണക്ക് സാർ അറബി പഠിപ്പിക്കാനാണോ? ഫീയിൽ 2 അക്ഷരം ഉള്ളതുകൊണ്ട് ഫീ എന്ന് പറയും. ഇലയിൽ എത്ര അക്ഷരമുണ്ട്? ചോദിക്കാൻ ബുദ്ധിമുട്ടായി അല്ലേ? ഇലയിൽ 2 അക്ഷരമുള്ളു. ഇലയിൽ 2 അക്ഷരമുള്ളു. ഊണ് കഴിക്കുന്ന ഇലയിൽ 2 അക്ഷരമുള്ളു.
ഇവിടെ കിടക്കുന്ന കാണാൻ വയ്യേ? 3 അക്ഷരമുണ്ട് ഇലായില്, 3 അക്ഷരമുണ്ട്. അതേസമയം വ ഓം എന്ന അർത്ഥത്തിലുള്ള വായായിരുന്നാലും അല്ലാത്ത വായായിരുന്നാലും വാവുള്ള കസമായിരുന്നാലും അത് ഒരക്ഷരമാണ്. നമ്മൾ ഒറ്റ അക്ഷരമുള്ള ആശയം നൽകുന്ന ഒറ്റ അക്ഷരങ്ങൾ പ്രത്യേകം പഠിച്ചേ. അതിനൊക്കെ അക്ഷരത്തിന്റെ പേരാണ് പറയുക. ഹർഫ് ജറായ ലി ആണെങ്കിലും ലാം എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പഠിച്ച ലീ നന്മ എന്നൊക്കെ പറഞ്ഞു പഠിച്ചതേ. അത് എളുപ്പത്തിന് ഷോർട്ട് കട്ടിലാണ്. പക്ഷെ അതിന്റെ പേര് വ്യാകരണത്തിൽ അല്ലെങ്കിൽ അതിന്റെ പേര് പറയുമ്പോൾ അവിടെ ഭാഷയിലോ എന്തെങ്കിലും ആവശ്യത്തിന് അതിന്റെ പേര് പറഞ്ഞാൽ അതിനെ പറയേണ്ടി വന്നാൽ അതിന്റെ പേരാണ് പറയുന്നത്. ലാം, വാവ്, കാഫ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ക വരുന്നത് നാമത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ നാമത്തിന്റെ മുമ്പ് വരുമ്പോഴാണ് കസ്രത്ത് വരുന്നത്. വാവ് കസ്രത്ത് വരുത്തുന്നത് വാവ് കസമാകുമ്പോൾ, സത്യം ചെയ്യാനുള്ള വാവാകുമ്പോഴാണ് കസ്രത്ത് വരുത്തുന്നത്. ഹത്ത മാത്രയിൽ ഫജറിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഖുർആനിൽ വന്നു. ക വരുന്നത് കായ്ക്ക് ശേഷം നാമം വരുമ്പോൾ മാത്രമാണ്. അഥവാ നാമത്തിന് മുമ്പ് ക വരുമ്പോഴാണ് കസ്രത്ത് വരുന്നത്. അല്ലാതെ കിതാബ് ക എന്ന് പറഞ്ഞ ക അതിൽപ്പെട്ടല്ല. അത് ഹുവയ്ക്ക് പകരം അല്ലെങ്കിൽ അൻതയ്ക്ക് പകരം ചേർന്നതാണ്. കിതാബ് അധികം അൻത വന്നപ്പോഴാണ് കിതാബ് ക വന്നത്. ഓക്കെ, അപ്പൊ കസ്രത്ത് വരുത്തുന്ന 3 പദങ്ങൾ കൂടി ഇപ്പോൾ ചേർക്കുകയാണ്. അത് വ ഹത്ത ക. അതങ്ങനെയാണ് പറയുന്നത് പ്രാസത്തിന് വേണ്ടി. ഇനി ചോദിച്ചാൽ കസ്രത്ത് വരുത്തുന്ന പദങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ലി മിൻ അൻ ബി ഫി അല ഇല വ ഹത്ത ക, വ ഹത്ത ക. പക്ഷെ കസ്രത്ത് വരുത്തുന്ന അല്ലെങ്കിൽ ഹുറൂഫ് ജർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, ഹുറൂഫ് ജർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അലൈഹ തിസ്അത അശർ. അലൈഹ തിസ്അത അശർ കേട്ടിട്ടുണ്ടോ? അലൈഹ തിസ്അത അശർ ഇവിടെ ഖുർആനിലൂടെ ഇല്ലേ? അലൈഹ തിസ്അത അശർ. അപ്പോ എത്രയുണ്ട് കസ്രത്ത് വരുന്ന പദം? തിസ്അത അശർ എത്രയാണ്? 19 എണ്ണം ഉണ്ട്. അപ്പോ 19 അവിടെ കിടന്ന് 8 3 11 അവിടെ കിടന്നു. നമ്മൾ ലീ മിനാൻ ബി ഫി അല ഇല പഠിച്ചതുകൊണ്ട് അതിന്റെ കൂടെ വഹത്ത കാങ് ചേർത്താ മതി. അലൈഹ തിസ്അത അശർ ആയത്ത് തന്നെ ആർക്കും ഓർമ്മയില്ലല്ലോ. മാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികത്തൻ. ഏത് സൂറത്ത്? സൂറത്ത് മുദ്ദസിർ കേട്ടാ. സൂറത്ത് മുദ്ദസിലുണ്ട് അലൈഹ തിസ്അത അശർ. അപ്പൊ തിസ്അത അശറത്ത് മാ വെളൂല കേട്ടോ. തിസ്അത അശറില് ഏത് വെളൂല? മാ പെടൂല. പക്ഷെ മായ്ക്ക് ശേഷം കസ്റായിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ്? കസ്റ് വരുത്തുന്ന പദങ്ങൾ കുറേയുണ്ട്. എല്ലാം ഒന്നും നമ്മൾ പഠിച്ചു വലിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പഠിക്കുന്നതോടുകൂടി ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് 11 എണ്ണമാണ്. ലീ മിൻ അൻ ബി ഫി അല ഇല വ ഹത്ത ക. ഹത്ത തന്നെ ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം അതിന്റെ പ്രാസത്തിന് വേണ്ടി. ഹത്ത ക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നാൽ ക വരെ എന്ന് വേണമെങ്കിൽ അതിന്റെ അർത്ഥം പറയാം. വ ഹത്ത ക, ഹത്തക്ക് വരെ എന്ന് അർത്ഥമില്ലേ? അതുപോലെ. അപ്പോൾ ഹത്ത ക, അങ്ങനെ ക വരെയാണ് നമ്മൾ പ്രാസം ഒപ്പിച്ചിപ്പോ. ഇനി ചോദിച്ചാൽ ലീ മിൻ അൻ ബി ഫി അല ഇല വ ഹത്ത ക. ഇനി എവിടെയൊക്കെയാണ് ഹർഫ് ജർ വരുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെ ഇതേപോലെ ജർ ചെയ്ത് അല്ലെങ്കിൽ
കസ്റത്ത് വന്നിട്ട് വരുന്നുണ്ടോ, അപ്പം അത് വരാനുള്ള കാരണം അതിന് തൊട്ടുള്ള പദം നോക്കും, മുമ്പുള്ള പദം നോക്കുക. അപ്പോൾ അത് കസ്റത്തിന്റെ പദമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതിന് ഉദാഹരണം അപ്പൊ ഏത് വായാണ്? സത്യം ചെയ്യാനുള്ള വായാണ് കസ്റത്ത് വരുന്നത്. സത്യം ചെയ്യാനുള്ള വായാണെന്ന് എങ്ങനെ അറിയാം? നാമത്തിന്റെ നാമത്തിന്റെ ആദ്യത്തിലോ? അല്ല, ആയത്തിന്റെ ആ, ആയത്തിന്റെ ആദ്യത്തില്. അപ്പൊ ആയത്തെ തുടക്കത്തിലല്ലേ? ആണോ? നാമങ്ങളുടെ മുമ്പ് നാമങ്ങളുടെ മുമ്പിൽ വല്ലാഹു ഖൈറുർ റാസിഖീൻ. വല്ലാഹു എന്നൊരു നാമല്ലേ? അല്ലാഹു സത്യം ചെയ്യാനുള്ള. അത് സത്യം ചെയ്യാനുള്ള വായാണെന്ന് എങ്ങനെ അറിയാം? രണ്ട് ക്ലൂ ഓർമ്മിച്ച് വെക്കുക. ഒന്ന് സൂറത്തിന്റെ തുടക്കം, സൂറത്തിന്റെ രണ്ട് അതിൽപ്പെട്ടതല്ല, സൂറത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിലുള്ള വാ. സൂറത്തിന്റെ തുടക്കത്തിലുള്ള വായെല്ലാം സത്യം ചെയ്യാനുള്ള വായ. രണ്ട് കേവല അക്ഷരങ്ങൾക്ക് ശേഷമുള്ള വാ. ഹമീം, വൽ കിതാബിൽ മുബീൻ, അതും സൂറത്തിന്റെ തുടക്കത്തിൽ വന്ന പോലെ തന്നെയാണ് കേട്ടാ. അപ്പൊ സൂറത്തിന്റെ തുടക്കത്തിലുള്ള വൽ അസ്ർ, വൽ ആദിയാത്ത്, വൽ ഫജ്ർ, വത്തീൻ, വദ്ദുഹ, അസ്സമാഇ. പിന്നെ കേവല അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറയും. കേവല അക്ഷരങ്ങൾക്ക് എന്ത് പറയും? അൽ ഹുറൂഫുൽ മുഖത്തഅത്ത്. പേരില് ഒന്നുമില്ല എന്നതുകൊണ്ട് പേര് പഠിച്ചു വയ്ക്കൽ പ്രധാനപ്പെട്ടതല്ല, മറിച്ച് എന്താണ്, ഇനി ഞാൻ അതിന്റെ പേര് പറഞ്ഞൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരും കരയണ്ട, വിഷമിക്കണ്ട. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ. പേര് പഠിക്കല് നമുക്കൊരു പ്രധാനപ്പെട്ട സംഗതിയേ അല്ല. അതുകൊണ്ടാണ് പണ്ട് തന്നെ മലയാളികൾ ചോദിക്കും, മാതാ ജിൻസുഫിൽ ലിസ്ൻ എന്ന് ചോദിക്കും, പേരിൽ എന്തിരിക്കുന്നു. അപ്പോ അതൊന്ന്. രണ്ട്, കേവല അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന വായെല്ലാം സത്യം ചെയ്യാനുള്ള വായായിരിക്കും. യാസീൻ, വൽ ഖുർആനിൽ ഹകീം, ഹാമീം, വൽ കിതാബിൽ മുബീൻ. അവിടെയെല്ലാം എന്താണ്? സത്യം ചെയ്യാനുള്ള വായായിരിക്കും. ഇത്രയും എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആണോ? ആ, ഹാമീം, വൽ കിതാബിൽ മുബീൻ, ഖാഫ്, വൽ ഖുർആനിൽ മജീദ്. പിന്നെ ഉള്ളത് സത്യം ചെയ്യാനുള്ള സൂക്തങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. ഫവറബ്ബിക, ഫവറബ്ബിക, അത് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹിജറിൽ വന്നിട്ടുണ്ട്, അതേപോലെ സൂറത്ത് മറിയമിലും വന്നിട്ടുണ്ട്. സൂറത്ത് ഹിജറിൽ 92-ാമത്തെ സൂക്തം, അതേപോലെ മറിയം 68-ാം സൂക്തത്തിലും വന്നിട്ടുണ്ട്. അത് കെസ് വരുത്താനുള്ള അത് സത്യം ചെയ്യാനുള്ള വായാണെന്ന് എങ്ങനെ അറിയാം ചോദിച്ചാൽ, അത് കെസ് വന്നിട്ടുണ്ട്. വറബ്ബിക്ക, രണ്ട് സ്ഥലത്തും വറബ്ബിക്ക എന്ന് വന്നിട്ടുണ്ട്. വറബ്ബുക്ക എന്നല്ല പറഞ്ഞത്, റബ്ബിക്ക. അപ്പൊ എന്താണ്? അവിടെ വേറെ കാരണങ്ങളൊന്നുമില്ല, സത്യം ചെയ്യാനുള്ള വായതുകൊണ്ടാണ് കെസ് ചെയ്തത്, കസ്റത്ത് ചെയ്തത്. അതേപോലെ സൂറത്ത് ദാരിയാത്തിൽ 7-ാം സൂക്തത്തിൽ ഹുബുക് എന്ന് പറയുന്നുണ്ട്. അവിടെയും വേറെ കാരണങ്ങളൊന്നും ഇല്ല, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സമാഇദാത്തിൽ ഹുബുക്. അപ്പൊ അവിടെ എന്താണ്? വാ സത്യം ചെയ്യാനുള്ള വായാണ്. അതേപോലെ ഫവറബ്ബിക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ ഫവറബ്ബി സമാഇ എന്ന് വന്നിട്ടുണ്ട് സൂറത്ത് ദാരിയാത്ത് 23-ാം സൂക്തത്തിൽ. സൂറത്ത് ദാരിയാത്ത് 23-ാം സൂക്തത്തിൽ. നമ്മളെ പഴയ പ്രൊജക്ട് ബുക്ക് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രൊജക്ട് വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു നമുക്ക്. കിട്ടിയിട്ടുണ്ട്. അതെ, ഷീബ ഉണ്ട്. വേറെ കിട്ടിയിട്ടുണ്ട്. അതിലെഴുതി കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ റിവിഷന്റെ വർക്കിലാണ്. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡിന് മുമ്പും നമ്മൾ പാഠപുസ്തകത്തിന്റെ പണിയിലാണ്. അതുകൊണ്ടാണ് അത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. ഇതിപ്പോ ഏത് സെമസ്റ്ററില? ഇത് 5ാമത്തെ ടേമില് ഉള്ള സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ടേം 5, 5ാമത്തെ ടേമിലുള്ളതാ. കസ് വരുത്തുന്ന പദങ്ങൾ ടേം 5 അതിനകത്തുണ്ടാവും. അപ്പോ അതേപോലെ റബ്ബി സനായി. അപ്പൊ നമുക്ക് മനസ്സിലായി 3 റബ്ബിനോടൊപ്പം 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. റബ്ബിക്ക ഒന്ന് സൂറത്ത് അൽ ഹിജറിൽ, ഒന്ന് സൂറത്ത് മറിയം, പിന്നെ ഒന്ന് റബ്ബി സനായി സൂറത്ത് ദാരിയാത്തില്, പിന്നെ വസ്സനാഇ ദാത്തിൽ ഹുബുക്. നമ്മൾ വസ്സനാഇ ദാത്തിൽ ബുറൂജ് പറയുന്ന പോലെ വസ്സനാഇ ദാത്തിൽ ഹുബുക്. അതേപോലെ സൂറത്ത് മുദ്ദസ്സിറിൽ 32ാം സൂക്തത്തിൽ പറയുന്നുണ്ട് കല്ല വൽ ഖമർ. അപ്പൊ നമുക്കറിയാം കല്ല അതിന് മുമ്പ് തന്നെയാണ്. കല്ലക്ക് ശേഷം വാ വരാൻ വേറെ വഴിയൊന്നുമില്ല. കല്ല വൽ ഖമർ. അപ്പോ അതിനല്ല ഖമറിനെ കൊണ്ട് സത്യം എന്നാണ്. അവിടെയും സത്യം ചെയ്യാനുള്ള വായാണ്. പിന്നെ അതേപോലെ സൂറത്ത് തക്വീറിൽ 17ാം സൂക്തത്തിൽ വല്ലൈലി ഇദാ അസ്അസ് നമ്മൾ പഠിച്ചതാണ്. അവിടെ എന്താണ്? വാ സത്യം ചെയ്യാനുള്ള വായാണ്. അതേപോലെ വസമായി നമുക്കറിയാം വസമായി ജാത്തിൽ ബുറൂജ് ഉണ്ട്. അതേപോലെ വസമായി ജാത്തിൽ ഹുബുക്ക് എന്താണ്? സത്യം ചെയ്യാനുള്ള വായാണ്. വസമായി ജാത്തിൽ റജഅ സൂറത്ത് താരക്കിൽ നമ്മൾ പഠിച്ചു. വസമായി ജാത്തിൽ റജഅ. അവിടെയൊക്കെ നമുക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും അവിടെ കെസറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? സത്യം ചെയ്യാനുള്ള വായാണ്. അല്ലാതെ കെസർ വരാനുള്ള വേറെ കാരണങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇതിൽ എന്തെങ്കിലും കാര്യം ചിന്തിക്കാനോ പറയാനോ ഉണ്ടോ? എന്തെങ്കിലും കാര്യം ചിന്തിക്കാനോ പറയാനോ ഉണ്ടോ? ഒന്നുമില്ല. ഹത്ത കഴിഞ്ഞു. അപ്പോ വരെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഹല്ലസിന് ഹത്ത വരെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഹുറൂഫുൽ ജർ പഠിച്ചു. എത്ര ഹുറൂഫുൽ ജർ പഠിച്ചു? 11 പഠിച്ചു. ആകെ ഉള്ളത് എത്രയാണ്? 19. 11 പറഞ്ഞാൽ നമ്മൾ ശരിക്കും 10 പഠിക്കുന്നുള്ളൂ. മാതിപ്പെട്ടല്ല. മാതി പെടുത്തിയോണ്ട് കുഴപ്പമൊന്നുമില്ല. മായ്ക്ക് കെസറിന് ശേഷം കെസർ തന്നെയാണ് വരുന്നത്. പക്ഷെ മായ്ക്ക് ശേഷം കെസർ വരുന്ന വേറൊരു നിയമത്തിലാണ്. ഹർഫ് ജർ എന്ന നിലയ്ക്ക് 19 എണ്ണമുള്ള നമ്മളിവിടെ 10 പഠിച്ചു. ഹർഫ് ജറിന്റെ 11 എണ്ണി പറയാൻ കഴിയുന്ന ആരൊക്കെയുണ്ട്? 11 എണ്ണി പറയാൻ കഴിയുന്ന ആരുണ്ട്? ഉറക്കെ പറയും. നേരത്തെ പറയാത്ത ഒരാൾ പറയും. ബീഫി അല ഇല ലീ മിൻ അൻ മഅ വ ഹത്താക. വേറൊരാൾ പറയും. ലീ മിൻ അൻ മഅ ബീഫി അല ഇല വ ഹത്താക. മാഷാ അല്ലാഹ്. വേറൊരാൾ പറയും. മൂസക്കുട്ടി. മൂസക്കുട്ടി എവിടെ പോയി? മൂസക്കുട്ടി കേൾക്കുന്നില്ലേ? ലി മിൻ അൻ മഅ ബി ഫി അല ഇല വഹത്ത ക. മാഷാ അല്ലാഹ്. കോയ സാഹിബ്, മുഹമ്മദ് കോയ, കോഴിക്കോട്. കോയ സാഹിബ് മനസ്സിലായ? കോയക്ക. നസീമ.
കോയൊക്കെ തുറന്നോ? നസീമാര്, നൂർജഹാൻ. ഞാൻ പറഞ്ഞു സാർ, ഞാൻ പറഞ്ഞു ഉസ്താദ്. ഓ, നിങ്ങളാണ് നൂർജഹാൻ. മാഷാ അല്ലാ. ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായി, നേരത്തെ പറഞ്ഞോ കേട്ടില്ല. ഇനി ആര്? സാംസങ്. സാംസങ് ആര്? ഓക്കെ, ഇപ്പൊ ഇത് പറയാൻ കഴിയാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം 10 പഠിച്ചാല് 19 പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ഒരുമിച്ച് പറയാൻ പറ്റിക്കോണമെന്നില്ല. ഉള്ളതും പോവും, ഇല്ലാത്തതും പോവും. ഓക്കെ, ഇവിടെ ഹത്തയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹത്ത സലാമുൻ ഹിയ ഹത്ത മത്ലഅൽ ഫജ്ർ. ഹത്തക്കായില് സലാമുൻ ഹിയ ഹത്ത മത്ലഅൽ ഫജ്ർ. അപ്പൊ മത്ലഅലിന്റെ മുമ്പ് ഹത്ത വന്നു, കസ്ർ വന്നു. അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഹത്ത വന്നിട്ട് കസ്ർ വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹത്താക്ക് ശേഷം ക്രിയയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കി സ്ഥലങ്ങളിലെ ഖുറാനിൽ ഹത്ത വന്നിട്ടുണ്ട്, ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഹത്തയ്ക്ക് ശേഷം ക്രിയയാണ് വന്നിരിക്കുന്നത്. എവിടെയാണെന്ത്? ഹത്തയ്ക്ക് ശേഷം നാമം വന്നിരിക്കുന്നത്. ഹത്തയ്ക്ക് ശേഷം നാമം വന്നാല് ഹത്ത കാരണമായിട്ട് കസ്ർ ചെയ്യുള്ളൂ. ക്രിയ വരുമ്പോ വേറെ കാര്യമാണ്, അത് നമ്മൾ എപ്പോഴും പഠിക്കാം. അടുത്തത് ഫജഅലഹും കഅസ്ഫിൻ. കഅസ്ഫിൻ. അപ്പൊ അസ്ഫ് എന്ന് പറഞ്ഞ നാമമാണ്, അതിന് മുമ്പ് ക വന്നുകൊണ്ട് കസ്ർ ചെയ്തു. അതേപോലെ കൽ ഫറാഷിൽ മബ്സൂസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഉദാഹരണങ്ങൾ പരമാവധി നമ്മൾ പഠിച്ച ഭാഗത്താണ് എടുത്തിട്ടുള്ളത്. കൽ ഫറാഷിൽ മബ്സൂസ്, യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്. കായ്ക്ക് ശേഷം നാമം വന്നു, അതുകൊണ്ട് കസ്ർ കൊടുത്തു. അതേപോലെ വതകൂൽ ജിബാലു കൽ അഹിനിൽ മൻഫൂഷ്. അപ്പോ അഹിന് മുമ്പ് ക വന്നു, കസ്ർ കൊടുത്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം. ഇവിടെ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് 2 ഉദാഹരണം എടുത്ത് കൊടുത്തതേ ഉള്ളൂ. അതേപോലെ മറ്റൊരു സ്ഥലത്ത് എന്താണ്? വഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ. വഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ. ഹൃദയത്തെ കുറിച്ച് പറഞ്ഞില്ലേ അൽ ബഖറയിൽ. ثم قست قلوبهم ثم قست قلوبكم. ആയത് എന്താണ്? എന്തായാലും അവിടെ ഉണ്ട് ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അപ്പൊ എന്താണ്? ഹിജാറത്തിന് മുമ്പ് ക വന്നു, കൽ ഹിജാറത്തി കസ്വ. അതേപോലെ അഫനജഅൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാലക്കും കൈഫ തഹ്കുമൂൻ. സൂറത്തുൽ ഖലം ആയിരിക്കും. അഫനജഅൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, കൽ മുജ്രിമീൻ. ഇപ്പൊ ഇവിടെ കായുടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് മുജ്രിമീനിൽ എങ്ങനെയാ കസ്ർ വന്നിരിക്കുന്നത്? കസ്രത്ത് എങ്ങനെ വന്നിരിക്കുന്നത്? മുസ്ലിമീനിൽ കസറത്ത് കൊണ്ടല്ല കസർ ജർ ചെയ്തിരിക്കുന്നത്, മറിച്ച് എന്താണ്? ഈന കൊണ്ടാണ്. കാരണം അത് പുല്ലിംഗ സുരക്ഷിത ബഹുജനമാണ്. കൽ മുജ്രിമീൻ. ഓക്കെ, ഹത്ത അക്കാതെ കഴിഞ്ഞു. അതെന്താ? നാമാന്ത്യത്തിൽ കസർ വരുന്ന പദങ്ങൾ അതോടി കഴിഞ്ഞു. ഇനി നാമാന്ത്യത്തിൽ കസ്ർ വരുത്തുന്ന കുറെ പദങ്ങളുണ്ട്. അതെന്താണ്? ഹുറൂഫുൽ ജറിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോഗത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മള് പ്രയോഗത്തിലൂടെ അത് മനസ്സിലാക്കേണ്ടതാണ്. അവ എന്തായിട്ടാണ് വരിക? ശരിക്കും അത് സംബന്ധിക വിഭക്തി ഇളാഫത്തായിട്ടാണ് വയ്ക്കാണെങ്കിൽ വരിക. ഉദാഹരണം, ജസാഉഹും ഇൻദ റബ്ബിഹിം. ഇൻദയുടെ ശേഷം വരുന്നതിന് കസ്റായിരിക്കും. ദുൽ അർശി. ജൂവിന്റെ സഹോദരിമാരെയൊക്കെ അറിയാമല്ലോ, സഹോദരന്മാരെയും സഹോദരിമാരെയൊക്കെ. അപ്പൊ അവയ്ക്ക് ശേഷം എല്ലാം കസ്റായിരിക്കും. സയസ്ലനാറൻ ദാത്ത ലഹബിൻ.
ലാത്തിന് ശേഷം ലഹബിൻ കെസറാണ്. അപ്പൊ റൂയുടെ ഇനത്തിലുള്ള എല്ലാത്തിനും ശേഷം കെസറായിരിക്കും. ഫിർഔന ദിൽ ഔതാദി, ദിൽ ഔതാദി. ദുൽ അർശി, ഇവിടെ ഉണ്ട് ദുൽ അർശി. അതേപോലെ ബി അയ്യി ദംബിൻ, അയ്യിന് ശേഷം അയ്യി ഷൈ വന്നാലും വേണം കെസർ കൊടുക്കണം. അയ്യിന് ശേഷം എന്താ പറഞ്ഞത്? അയ്യിന് ശേഷം അയ്യി ഷൈ വന്നാലും, അയ്യി ഷൈ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം എന്ത് കാര്യം വന്നാലും അവിടെ കെസർ കൊടുക്കും. അതാണ് ഇവിടെ ദമ്പാണ് വന്നിരിക്കുന്നത്. അയ്യി ദംബിൻ. ഓക്കെ. കുല്ലിന് ശേഷം വരുന്ന കുല്ലിനും കെസറായിരിക്കും. കുല്ലിന് ശേഷം വരുന്ന കുല്ല ഷെയ്നും കെസറായിരിക്കും. അതുകൊണ്ടാണ് ഷെയ്ന് കെസർ വന്നത് ഇവിടെ. അപ്പൊ അയ്യിന് ശേഷം വരുന്ന അയ്യിന് ശേഷം അയ്യി ഷെയ് വന്നാലും കെസർ കൊടുക്കണം. കുല്ലിന് ശേഷം കുല്ല ഷെയ്നും കെസർ കൊടുക്കണം. ബാദിന് ശേഷം വരുന്ന കുല്ല ഷെയ്നും കെസർ കൊടുക്കണം. ബാദ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച്. ബാദിന് ശേഷം വരുന്ന കുല്ല ഷെയ്, എന്ത് ഷെയ്യും വന്നാലും കെസർ കൊടുക്കണം. ഗൈരിൽ മഗ്ദൂബി അറിയാമല്ലോ, ഗൈരിൽ മഗ്ദൂബി. അപ്പൊ ഗൈറിന് ശേഷം കെസർ കൊടുക്കണം. അതേപോലെ നമ്മൾ പഠിച്ചു മിൻ ബൈനി സുൽബി വത്തറായിബ്. അപ്പൊ ബൈനയുടെ ശേഷം വരുന്നതിനാണ് കെസർ കൊടുക്കുന്നത്. ബൈനയുടെ ഇടയിൽ വരുന്നതിനല്ല, ബൈനയുടെ ശേഷം. അതേപോലെ കബിലയുടെ ബാദിൽ കെസർ കൊടുക്കും. കബിലല്ല, കബിലയുടെ ബാദിന് കെസർ കൊടുക്കണം. അതേപോലെ ബാദയുടെ ബാദിൽ വരുന്ന എല്ലാത്തിനും കെസർ കൊടുക്കണം. ഫൗക്കിലല്ല കെസർ കൊടുക്കേണ്ടത്, ഫൗക്കയുടെ ശേഷം വരുന്നതിന് കെസർ കൊടുക്കണം. അതേപോലെ തഹ്തയുടെ ശേഷം വരുന്നതിന് കെസർ കൊടുക്കണം. വറായുടെ ശേഷം വരുന്നതിന് കെസർ കൊടുക്കണം. ഇതൊക്കെ ഒരു ഏകദേശം ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം ശേഷം ഇന്റെ എന്ന അർത്ഥം വരും. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇന്ദ റബ്ബിഹിം, എന്താ അർത്ഥം? റബ്ബിന്റെ അടുക്കൽ. ദുൽ അർശി എന്ന് പറഞ്ഞാൽ അർശിന്റെ ഉടമ, അർശിന്റെ ഉടമ. ബി അയ്യി ദംബിൻ, ഏതൊരു തെറ്റിന്റെ കാരണത്താലാണ്. അയ്യി ദംബിൻ എന്ന് പറയുന്നത് ബി അയ്യി ദംബിൻ. കുല്ല ഷൈഇൻ, എല്ലാത്തിന്റെയും ശേഷം. കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞാൽ ശേഷമല്ല, കുല്ല ഷൈഇൻ എല്ലാത്തിന്റെയും, അല്ലെ? ബാവ്. അപ്പൊ ബാവ് അതേപോലെ കുറെ സംഗതികൾ, ഒന്നുകിൽ അതിന്റെ പൊസിഷൻ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തൂക്കം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അളവ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തോത് പറയുന്നതായിരിക്കും. നോക്കുക, കുല്ലെന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവം ഇങ്ങനെ പറയാണ്. എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഒരു എന്താ പറയാ, നിശ്ചയിക്കലാണ്, ഒരു പരിധി നിശ്ചയിക്കലാണ് പുല്ല്. ബാലെന്ന് പറയുമ്പം ഒരു ഭാഗം, ഗൈർ അതിപ്പെട്ടതല്ല, ഗൈർ ഇതല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം ബൈന എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷൻ പറയുന്നതാണ്. കബില എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ബാദ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ഫൗക്ക എന്ന് പറയുന്ന പൊസിഷനാണ്. തഹ്ത എന്ന് പറയുന്ന പൊസിഷനാണ്. വറാ എന്ന് പറയുന്ന പൊസിഷനാണ്. അപ്പൊ അളവ്, തോത്, തൂക്കം, അതേപോലെ പൊസിഷൻ, ദിക്ക്, ഇതൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ശേഷം വരുന്നതിന് കെസറായിരിക്കും. അതെല്ലാം ഇന്ത്യ കൂടെ എന്ന അർത്ഥത്തിലായിരിക്കും വരിക. അമ്മാമയ്ക്ക് ശേഷം അമ്മാമയൊക്കെ അതിൽപ്പെട്ടതാണ്. അമ്മാമ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അമ്മാമൽ മസ്ജിദി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ബൈത്തുന അമ്മാമൽ മസ്ജിദി, അല്ല കമ്മ്യൂണിക്കേറ്റ് അറബി പഠിച്ചില്ലേ? അപ്പൊ ഇത് കബല, ബാദ, ഫൗക്ക പോലെ തന്നെയാണ് അമ്മാമ. വറാ വന്നു, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അമ്മാമ വരും. അതിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയില്ലെന്നേ ഉള്ളൂ.
ഇത്രയും വലിപ്പത്തിൽ എഴുതിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതിയില്ല. അപ്പൊ ഒരു ടേം കൂടെ കഴിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യുഷയും അല്ല കുല്ലുഷയും മനസ്സിലായോ? അയ്യുഷയും ഉണ്ടോ അല്ല കുല്ലുഷയും കഴിഞ്ഞോ? കുല്ലുഷയും മനസ്സിലായി, കുല്ലുഷയും മനസ്സിലായെന്ന് പറയും. കുല്ലുഷയെ മനസ്സിലായോ? എന്താ ഇവിടുത്തെ പ്രയാസം? മനസ്സിലായി. മനസ്സിലായെന്ന് പറയാനുള്ള സാധ്യത കുറവുണ്ട്. പൂർണ്ണമായിട്ട് മനസ്സിലായി. അതിലൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് എന്താവും, ശരിയാവും. ഇപ്പൊ നമ്മൾ മനസ്സിലാവും, ഇത് കെസ്റ് വരുത്തുന്ന പാനം തന്നെ നമ്മൾ പഠിച്ചു. അതല്ലാത്ത കുറെ സംഭവം ഇങ്ങനെയുണ്ട്. അപ്പൊ ആ എണ്ണാത്തിലൊക്കെ ഇത് വരുത്താവുന്ന ഏകദേശം വരും. അപ്പൊ ദിക്കും അതുപോലെ സംഭവങ്ങളൊന്നും അല്ല, അത് അളവ് ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ വരും. അല്ലാത്തതാണെങ്കിൽ 19 എണ്ണം ഉണ്ടല്ലോ, അതിൽ വേറെ ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഹഫ്സ ഇപ്പൊ വന്നതാ? നേരത്തെ ഉണ്ടായിരുന്നോ? ഹഫ്സ, ഹലീമ, ജുബൈരിയ, ഇവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം മനസ്സിലായോ പറഞ്ഞത്? എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. മാഷാ അല്ലാ, അങ്ങനെയെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞു. അല്ലെ പറയുന്ന ആൾക്കൊരു സംതൃപ്തം വേണ്ടേ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത്. എന്നാലേ അടുത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വേഗം നിർത്താൻ പോവാണ്. 9:07. ഇനി പറയാൻ പോകുന്നത് ലളിതമായ ഒരു സംഭവമാണ്. ഇന്നയും സഹോദരിയും തമ്മിൽ. ഇന്ന വ അഖവാത്തുഹ എന്നാണ് പറയുന്നത്. ഇന്നയും സഹോദരിമാരെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നയും സഹോദരിമാരെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ക്രിയാവാക്യം പറഞ്ഞായിരുന്നു. ക്രിയാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ കൊണ്ട് തുടങ്ങുന്നതിന് ക്രിയാവാക്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആപ്റ്റായിട്ടുള്ള ഒരു യൂസേജ്. കർത്താവും ക്രിയയുമുള്ള വാക്യങ്ങളെ ക്രിയാവാക്യങ്ങൾ എന്ന് പറയാം. അത് വേറെ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ തുടക്കത്തിലുള്ള വാക്ക് ഒരു പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലുള്ള വാക്ക്, ഒരു വാക്യം, ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ക്രിയ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ക്രിയാവാക്യം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നാമം കൊണ്ട് തുടങ്ങുമ്പോൾ നാമവാക്യം എന്ന് പറയും. അപ്പൊ ക്രിയാവാക്യത്തെ നമ്മൾ സവിസ്തരം പഠിച്ചു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഫേല് പഠിച്ചു. ആ ഫേല് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഫേലിന്റെ അകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പ്രോനൗൺ ചിലപ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ അതിന്റെ പുറത്ത് സബ്ജക്റ്റ് ഉണ്ടാവും. പുറത്ത് ആളില്ലെങ്കിലാണ് അകത്ത് ബെല്ലടിച്ച് നോക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ നമ്മള് വെർബൽ സെന്റൻസ് അഥവാ ജുംല ഫിഅലിയ ക്രിയാവാക്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ നാമവാക്യങ്ങളാണ് ആ ലെവലിൽ പഠിക്കേണ്ടത്. അപ്പൊ നാമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങൾക്ക് നാമവാക്യം എന്ന് പറയും. അപ്പൊ നാമവാക്യത്തിൽ കർത്താവ്, കർമ്മം ഇങ്ങനെ സംഭവമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംഭവം അല്ല അതിന്റെ പ്രധാന ഘടകം. മറിച്ചെന്താണ് അതിന് പറയുന്നത്? ബിഗിനിങ് പാർട്ടും കൺക്ലൂഷൻ പാർട്ടും എന്ന് പറയാം. ബിഗിനിങ് പാർട്ടും കൺക്ലൂഷൻ പാർട്ടും. ആമുഖവാക്യവും ആമുഖ പദവും ഉപസംഹാര പദവും, തുടങ്ങുന്ന പദവും ഉപസംഹാര പദവും ആണ് അതിലുള്ളത്. തുടക്ക പദവും ഒടുക്ക പദവും. അപ്പോ ഈ നാമവാക്യത്തിലെ 2 പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് തുടങ്ങുന്ന നാമം, പിന്നെ ഒന്ന് അവസാനിക്കുന്ന നാമം. തുടങ്ങുന്ന നാമം അവസാനിക്കുന്ന നാമം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ സംഭവം തീരില്ല. മറിച്ചെന്താണ്? ശരിക്കും പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയുന്നോ അതാണ് അതിലെ പ്രാരംഭ ഭാഗം.
നാമവാക്യത്തിന്റെ പ്രാരംഭ ഭാഗം എന്താണ്? എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് പ്രാരംഭ ഭാഗം. ആ പറഞ്ഞതിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ പറയുന്നോ അതാണ് ഉപസംഹാര ഭാഗം. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അൽ ബുസ്താനു ജമീലിൻ എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹു ഗഫൂറൻ എന്ന് പറയും. അപ്പൊ അള്ളാഹു ഗഫൂർ എന്ന് പറഞ്ഞപ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നത്? അള്ളയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ അള്ള എന്ന പദമാണ് അതിന്റെ പ്രാരംഭ, നാമവാക്യത്തിലെ പ്രാരംഭ ഭാഗം. അള്ളയെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത് അതാണ് അതിന്റെ ഉപസംഹാര ഭാഗം, കൺക്ലൂഷൻ ഭാഗം, അല്ലെങ്കിൽ ഖബർ എന്നും പറയാം. ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്ന വാക്കാണ്. ഖബർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. അപ്പോ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നു. ആ ഇൻഫർമേഷൻ ആണ് കൺക്ലൂഷൻ പാർട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എന്ന് വേണമെങ്കിലും പറയാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വാക്ക്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കല്ല. അതായത് നാമവാക്യം രണ്ട് പാർട്ടാണ്. നാമവാക്യത്തിന് രണ്ട് പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് പാർട്ട്, രണ്ടാമത്തെ പാർട്ട് സെക്കൻഡ് പാർട്ട്. ചിലപ്പോൾ ഉൾട്ടയായിട്ടും വരും. അത് നമ്മളിപ്പോ നോക്കണ്ട. നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ വരും, ഇത് മനസ്സിലാവും. അത് ഇത് തിരിഞ്ഞും വരും. ചിലപ്പോ തിരിഞ്ഞും വരും. നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഫോർവേഡും പോകുമ്പോൾ റിവേഴ്സും പോകും. പക്ഷെ നോർമലി പോകുന്നത് എങ്ങോട്ടാ? റിവേഴ്സ് ആണോ ഫോർവേഡ് ആണോ? നോർമലി ഫോർവേഡ് ആണ് പോകുന്നത്. ചില സമയത്ത് നമുക്ക് റിവേഴ്സ് പോയിട്ട് വരും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നോർമലി ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് തന്നെ വരും, സെക്കൻഡ് പാർട്ട് അതിന് ശേഷമായിരിക്കും വരിക. ചില സമയത്ത് സെക്കൻഡ് പാർട്ട് ആദ്യം വരും. അപ്പോ ഇവിടെ പറഞ്ഞ അൽ ബുസ്താനു ജമീൽ എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പൊ അൽ ബുസ്താനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്ത് വിഷയമാണ് സംസാരിക്കുന്നത് അതാണ് ഫസ്റ്റ് പാർട്ട്. അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബുസ്താനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഗാർഡൻ, അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നതാണ് സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയാൽ അത് ഒരു സെൻസ് ഉണ്ടാവും, ഒരു ഐഡിയ കിട്ടും. രണ്ട് വാക്കുകളുണ്ടെങ്കിലും അത് ഐഡിയ കിട്ടും. അൽ ബുസ്താനു ജമീൽ എന്ന് പറഞ്ഞാൽ ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ, പൂന്തോട്ടം ഭംഗിയുള്ളതാണെന്ന് പറയും. അപ്പൊ പൂന്തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. പൂന്തോട്ടത്തെ കുറിച്ച് മനോഹരമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് നാമവാക്യം. നാമവാക്യത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാം? അതായത് നാമവാക്യം എന്ന് പറഞ്ഞ ഡെഫിനിഷൻ, അതിന്റെ വിശദീകരണത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാമല്ലോ? ക്ലിയർ ആണ്? ക്രിസ്റ്റൽ ക്ലിയർ ആണ്? ക്ലിയർ ഗ്ലാസിന്റെ അപ്പുറം എപ്പുറം നോക്കിയതുപോലെ ആയ നാമവാക്യം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു ഗഫൂറൻ പറഞ്ഞാൽ അള്ളാഹ് ഗഫൂറാണ്. അള്ളാഹെ കുറിച്ച് ഗഫൂറാണെന്നൊരു ഇൻഫർമേഷൻ തന്നു. ഒരു ഇൻഫർമേഷൻ തന്നില്ലെങ്കിൽ അതെന്തല്ല? അത് പൂർണ്ണ നാമവാക്യമല്ല. ഇപ്പൊ ഉദാഹരണം പറയാണ്, അൽ ബൈത്തുൽ ജദീദു എന്ന് പറഞ്ഞു. അൽ ബൈത്തുൽ ജദീദു രണ്ട് വാക്ക് പറഞ്ഞു. അൽ ബൈത്തുൽ ജദീദു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? അൽ ബൈത്തുൽ ജദീദു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? ആ വീട് പുതിയൊന്നല്ല പറഞ്ഞു. അൽ ബൈത്തുൽ ജദീദു, അൽ ബൈത്തുൽ ജദീദു എന്ന് പറഞ്ഞപ്പോ പുതിയ വീട് എന്നേ ആയുള്ളൂ. പുതിയ വീടിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും പറഞ്ഞില്ല കേട്ടോ. അപ്പോ സെന്റൻസ് ആരാ പറഞ്ഞ്? കോയ സാഹിബിന്റെ പേര് ഞാൻ കുറെ നേരം വിളിച്ചു. അതാണ് ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞു. അന്നേരം മൈക്ക് ഓണാക്കാതാണ് പറഞ്ഞത്. ഇത്തരം പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടില്ല. മൈക്ക് ഓണാക്കാന്ന് പറഞ്ഞു. ശരി. അതായത് അൽ ബൈത്തു എന്ന് പറഞ്ഞിട്ട് ജമീലുൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ് ആയി. അൽ ബൈത്തു ജമീലുൻ. അപ്പൊ അൽ ബൈത്തിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ പറഞ്ഞത് ജമീൽ എന്നാണ് പറഞ്ഞത്. അതേസമയം അൽ ബൈത്തുൽ ജമീലു എന്ന് പറഞ്ഞാൽ അൽ ബൈത്തിന്റെ വിശേഷണമേ ആയുള്ളൂ ജമീല്, അതല്ല ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അറബി ഭാഷയിൽ പറയുമ്പോൾ
ഒരു പദത്തിന്റെ വിശേഷണം അല്ല ഇൻഫർമേഷൻ കേട്ടോ. അപ്പം ബൈത്തുൽ ജദീദ് പുതിയ വീട് എന്നേ വന്നോളൂ. അപ്പോ കേൾക്കാരൻ ചോദിക്കും പുതിയ വീടിന് എന്താ പറയാൻ പോണ നീ പുതിയ വീടിനെ കുറിച്ച്, അത് പറയുമെന്ന് പറയും. അതേസമയം അൽ ബൈത്തു അൽ ബൈത്ത് എന്താണ്? ബൈത്തു ജമീൽ. അൽ ബൈത്തു ജമീലുൻ എന്ന് പറഞ്ഞാൽ വീട്ടിനെ കുറിച്ച് ഇൻഫർമേഷൻ ആയി. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന ഘടകം നാമവാക്യം വരുമ്പോൾ. അപ്പോ ഒന്നാമത്തെ പദത്തിന്റെ വിശേഷണമായിട്ട് വന്നാൽ എന്തല്ല അത് സെക്കൻഡ് പാർട്ട് അല്ല, ഫസ്റ്റ് പാർട്ടിന്റെ വിശദീകരണമാണ്. ഫസ്റ്റ് പാർട്ടിന്റെ വിശദീകരണമല്ല ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ല. അപ്പൊ ഫസ്റ്റ് പാർട്ട് എങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഇൻഫർമേഷൻ തന്നില്ല, ഖബർ തന്നില്ല. അറബി ഭാഷയിൽ അങ്ങനെ സംഭവമുണ്ട്, ഖബർ തരണം. ഖബർ ഇല്ലെങ്കിൽ എന്തല്ല, ഇൻഫർമേഷൻ ആയില്ല. അൽ ബൈത്തുൽ ജമീലു എന്ന് പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ഇല്ല. അൽ ബൈത്തു എന്ന് പറഞ്ഞിട്ട് ജമീലുൻ, അല്ലില്ലാതെ ജമീലുൻ എന്ന് പറഞ്ഞാൽ സെന്റൻസ് കൂടുതൽ. ഇതാണ് നാമവാക്യത്തെ കുറിച്ച് പറയാനുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതില്ല. അതായത് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഗ്രാമർ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഗ്രാമർ പരമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ നമുക്ക് 100% മനസ്സിലാവും. നമ്മള് പിന്നെന്താ പറയാ, BA അറബിക്കോ അല്ലെങ്കിൽ അറബി ലാംഗ്വേജ് ഭാഷയിൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ അഫ്ദുൽ ഉലമയൊക്കെ ഒന്ന് പോയാൽ ഇതേപോലെ മനസ്സിലാവില്ല. കാരണം എന്താ, അവിടെ 10 അംഗസമൊന്നും ഇല്ലാത്തവരല്ലേ കിതാബ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഖുർആനിൽ പഠിക്കുമ്പോഴത്തേക്കും എന്താണ്, 10 അംഗസം എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അൽ ബുസ്താനു എന്ന് പറഞ്ഞിട്ട് അല്ലുള്ള വാക്കാണ് പിന്നെയും വരുന്നതെങ്കിൽ, അല്ലുള്ള വാക്കാണ് ആദ്യം പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ലുള്ള വാക്കാണ് പറയുന്നതെങ്കിൽ എന്തല്ല, കംപ്ലീറ്റ് സെന്റൻസ് ആയില്ല. അപ്പൊ ഒന്നാമത്തെ വാക്കിന്റെ വിശേഷണമാണ്. അതേപോലുള്ള ഇതാണെങ്കിൽ അല്ലുണ്ട്, അതിന് അവസാനം ലമ്മാണ്, സംഭവം ലമ്മാണ്, അത് ഏകോചനാണ്, ഇത് ഏകോചനാണ് എന്നൊക്കെ പറഞ്ഞാൽ ശ്രീലിംഗാണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഫർമേഷൻ അല്ല, അതായത് ഖബർ വന്നു. ഓക്കെ, ഇനി അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നാമവാക്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽഡ്, അതായത് അഡ്വാൻസ്ഡ് ഗ്രാമർ ക്ലാസ് ആണ് പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ ഖുർആന്റെ ഭാഗമായിട്ട് എടുത്തപ്പോൾ ഇത് നമ്മളൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇനി പറയാൻ പോകുന്നത് ഇന്ന വന്നാൽ എന്ത് മാറ്റം ഉണ്ടാകും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഖുർആൻ വായിക്കുമ്പോ ഇന്ന ഉണ്ട്, ഇന്ന കഴിഞ്ഞാൽ അടുത്തത് ഫത്തഹ വരും, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതിങ്ങനെ നോക്കി വായിച്ച് ഇന്ന വന്നിടത്ത് എല്ലാം ഫത്തഹ ഉണ്ടോ, ഇന്നില്ലാത്ത ഫത്തഹ അല്ലാത്ത ഒരു സാധനം കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ണോക്കാം. അങ്ങനെ നോക്കിയാൽ ഖുർആൻ വായിക്കുന്നതിന് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. ഇല്ലെങ്കിൽ 10 ഓരോന്നോരോന്ന് കുറഞ്ഞു പോകും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ഒക്കെ പോകും. ഓരോന്നിനും തെറ്റ് കുറയ്ക്കും. നമ്മൾ ചിന്തിച്ച് വായിച്ചാൽ ഓരോ ചിന്തയ്ക്കും ഓരോ പോയിന്റ് കൂടുതൽ കിട്ടും. ചിന്തിക്കാതെ വായിച്ചാൽ ഓരോ നെഗറ്റീവ് ആസ്പെക്റ്റിനും ഓരോ മാർക്ക് കുറയും. 6 ഹെർക്കത്ത് നീട്ടുന്നതിന് പകരം 5 ഹെർക്കത്ത് നീട്ടിയാൽ കുറയും. ചിന്തിച്ച് വായിക്കാൻ ആ വിഷയം വരുന്നില്ല, കാരണം ചിന്തിക്കുകയാണ്. തജ്വീദല്ല നോക്കുന്നത്. ചിന്തിക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് അർത്ഥം അറിയാതെ വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, തജ്വീദ് നോക്കണം. യാസീൻ വൽ ഖുർആൻ ഹക്കീം എന്ന് വായിച്ചാൽ യാസീൻ കഴിഞ്ഞിട്ട് 3 ശേഷം സീൻ കഴിഞ്ഞിട്ട് എന്താണ്, സീൻ വൽ ഖുർആൻ. അപ്പൊ സീൻ ഇബ്ഹാർ ചെയ്യണം, സീന്റെ ഇബ്ഹാർ ചെയ്യണം. ഇബ്ഹാർ ചെയ്യാതെ ഇങ്ങോട്ട് ഇഖ്ഫാ ചെയ്ത് വായിച്ചാൽ എന്താവും, 1 മാർക്ക് കുറഞ്ഞു. വൽ ഖുർആൻ യാസീൻ എന്ന 6 ഹെർക്കത്ത് നീട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ 6 പോയിന്റ് കുറഞ്ഞു. അപ്പൊ എങ്ങനെ വായിക്കണം ഇനി? 2 വാക്ക് കിട്ടി. അപ്പൊ ഒന്നാമത്തെ വിശേഷണമാണോ രണ്ടാമത്തത്? ഒന്നാമത്തെ ഖബറാണോ രണ്ടാമത്തേന്ന് നോക്കണം. ഇന്ന വന്നു, അതിനുശേഷമുള്ളതിന് ഫത്തഹ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇന്ന വന്നാൽ ഇന്നയ്ക്ക് ശേഷമുള്ളതിന് എന്ത് ചെയ്യണം, ഫത്തഹ കൊടുക്കണം.
ഇതാണ് ഇതിലെ പ്രധാന ഘടകം. ഇനി അവിടെ സെക്കൻഡ് പാർട്ടിന് ലമ്മുണ്ട്. നമ്മൾ അൽ ബുസ്താൻ ജമീൽ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് പാർട്ടിനും എന്താണ് ലമ്മാണ്. അൽ ബുസ്താൻ അപ്പൊ ബിഗിനിങ് പാർട്ടാണ്, ജമീലും കൺക്ലൂഷൻ പാർട്ടാണ് അല്ലെങ്കിൽ ഖബറാണ്. അപ്പൊ അതിന് ലമ്മാണ്. ഫസ്റ്റ് പാർട്ടിനും ലമ്മാണ്, സെക്കൻഡ് പാർട്ടിനും ലമ്മാണ്. ഇന്ന വന്നപ്പോഴോ ഇന്നയ്ക്ക് ശേഷമുള്ള പാർട്ടിന് ഫത്തഹായിരിക്കും. ഇന്നയുടെ ശേഷമുള്ള അടുത്ത നാമത്തിന് എന്തായിരിക്കും? ഫത്തഹായിരിക്കും. അപ്പൊ അൽ ബുസ്താൻ ജമീൽ എന്ന് പറഞ്ഞു, ഇന്നൽ ബുസ്താന ജമീൽ. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ പറയുന്ന അടുത്ത ഉദാഹരണങ്ങളൊക്കെ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നമ്മൾ ഹിഫ്ളായിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന വന്നാൽ അടുത്ത നാമത്തെ എന്തായിരിക്കും? ഫത്തഹായിരിക്കും. ഇന്നല്ലാഹു ഇന്നല്ലാഹി എന്ന് വായിച്ചാൽ ഇന്നല്ലാഹ. ഓക്കെ, ബിമാ തഅമലൂന ബസീർ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ന കഴിഞ്ഞിട്ട് അള്ളാഹ് എന്നതാണ് ഇവിടത്തെ പ്രാരംഭ ഭാഗം. കാരണം അള്ളയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്ത ഖബർ ഏതാണെന്ന് എങ്ങനെ അറിയാം? അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു? ബസീറാണെന്ന് പറഞ്ഞു. ബസീർ. അപ്പൊ അതിന്റെ ഖബർ ബസീറാണ്. ബിമാ തഅമലൂന നേരത്തെ പറഞ്ഞത് ആദ്യത്തെ പദവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചില വിശദീകരണങ്ങളാണ്. ബസീറാണ് അതിന്റെ ഖബർ. അതേപോലെ ഇന്ന വന്നപ്പോ ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഇന്ന ഇല്ലെങ്കിൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നാ പറയാ. ഇന്ന ഇല്ലെങ്കിൽ വേറെ സൂറത്ത് ബഖറയിൽ പറഞ്ഞത് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ആൽ ഇംറാനിൽ പറഞ്ഞത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അവിടെ ഇന്ന ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്താണ്? ലമ്മത്ത് കൊടുത്തു. വല്ലാഹു വാസിഉൻ അലീം. അവിടെ ഇന്നൊന്നും വന്നിട്ടില്ല. ഇന്ന വന്നാൽ ഇന്നല്ലാഹ വാസിഉൻ അലീം. ഇന്ന ഇല്ലെങ്കിൽ വല്ലാഹു വാസിഉൻ അലീം വരെ വരും. ഇന്ന വന്നാൽ ഇന്നല്ലാഹ വാസിഉൻ അലീം. അപ്പൊ ഹിഫ്ളാക്കുന്ന വല്ല ഐഡിയയും കിട്ടിയോ? വല്ലാഹു വാസിഉൻ അലീം, ഇന്നല്ലാഹ വാസിഉൻ അലീം. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ. ഇന്ന സഅത ആതിയത്തിൻ. ഇന്ന അസ്സഅത ആതിയത്തിൻ. ഇന്ന ഒന്നുകൊണ്ട് സഅത്തിന് പത്തത് കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കിയാൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സഅത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സമയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ആതിയത്തിൻ. അതേപോലെ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. ഇന്ന നസ്റുല്ലാഹി ഖരീബ്. ഇന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്തു? നസ്റിന് ഫത്ഹ കൊടുത്തു. ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അതിന്റെ ഖബർ ഏതാണ്? നസ്റിനെ കുറിച്ച് പറഞ്ഞത് ഖരീബ് എന്നാണ് പറഞ്ഞത്. ഖരീബാണ് അതിന്റെ ഖബർ. അടുത്തത് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇന്ന ഒന്നുകൊണ്ട് ഇന്നല്ലാഹ എന്ന് പറഞ്ഞു. അല്ലാഹ എന്ന് പറഞ്ഞതിന്റെ ഖബർ എന്താണ്? ഗഫൂറാണ്. ഈ പറഞ്ഞതിലെല്ലാം ഫത്തഹത്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഖുർആനിൽ 1536 പ്രാവശ്യം ഇന്ന വന്നിട്ടുണ്ട്. വേണ്ട, 10 പേജ് ഇന്ന വന്നിട്ടുണ്ട്. ഇനി നോക്കുക, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഫത്തഹ വന്നിട്ടുണ്ടോ അവിടെ? എങ്ങനെ ഫത്തഹ വന്നിരിക്കുന്ന അവിടെ? ഈനയുടെ രൂപത്തിലാണ്. ഇന്നൽ മുനാഫിഖീന അല്ലെങ്കിൽ ഇന്നൽ മുത്തഖീന രണ്ട് സ്ഥലത്തും എന്താണ്? ഈനയുടെ രൂപത്തിലാണ് ഫത്തഹ വന്നിരിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന ഇന്നൽ മുത്തഖീന. അതേപോലെ ഇന്നൽ ഹസനാത്തി അവിടെ എങ്ങനെയാണ് ഫത്തഹ വന്നിരിക്കുന്നത്?
ഹസനാത്തിന് എങ്ങനെയാ ഫത്തഹത്ത് വന്നിരിക്കുന്നത്? ആദ്യമുണ്ട്. സ്ത്രീലിംഗ ബഹുവചനം ആയതുകൊണ്ട് അവിടെ കസ്രത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന വന്നാൽ നെസ്ബ് ചെയ്യണമെന്ന് പറയാം. കസ്രത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത്. ഓക്കെ. ഇന്നയുടെ ഒരു സഹോദരിയാണ് അന്ന. ഇന്നയുടെ സഹോദരിയാണ് അന്ന. ഇവിടെ എല്ലാം നമ്മൾ വന്നിടത്ത് ഇന്നയൊക്കെ തുടക്കത്തിലുള്ള ഇന്നാണ് വന്നിരിക്കുന്നത്. ഇന്ന സഅത, ഇന്ന സഅത, ഇന്ന നസ്റല്ലാഹി, ഇന്നല്ലാഹ, ഇന്നൽ മുനാഫിഖീന, ഇന്നൽ ഹസനാതി. അതൊക്കെ എന്താണ് തുടക്കത്തിലുള്ളതാണ്. തുടക്കത്തിൽ വരുമ്പോഴൊക്കെ ഇന്നയായിരിക്കും വരിക കേട്ടോ. ഇനി അടുത്ത് നോക്കുക. ഷഹിദു അന്നർ റസൂല. ഇന്നയുടെ ഒരു സഹോദരിയാണ് അന്ന. ഇന്നയുടെ അർത്ഥം എന്താണ്? അന്നയുടെ അർത്ഥം എന്താണ്? ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അന്ന എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അന്നയുടെ അർത്ഥം എന്താണ്? അന്നയുടെ അർത്ഥം കോയസാബ് നമ്മൾ നാളെ വരും കോഴിക്കോട്. നാളെ അസർ നിസ്കരിക്കും ഒരു പള്ളിയിലുണ്ടാവും. ഓക്കെ. അന്നയുടെ അർത്ഥം എന്താണ്? എന്ന്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹിദു അന്നർ റസൂല ഹക്കുൻ. അവർ സാക്ഷ്യം വഹിച്ചു അന്നർ റസൂല ഹക്കുൻ, റസൂൽ ഹക്കാണ് എന്ന്. അന്ന 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 അന്ന. അതേപോലെ വാലം അന്നല്ലാഹ് അസീസുൻ. വാലം നീ അറിയൂടാ അന്നല്ലാഹ് അസീസുൻ ഹക്കീം. അള്ളാഹ് പ്രതാപവാനും ജയ്യനും യുക്തിമാനുമാണെന്ന് എന്ന്. അപ്പൊ അന്ന ഇന്നയുടെ അതേ നിയമം തന്നെയാണ് അന്നയ്ക്കും. പക്ഷെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായും എന്ന ആശയമുണ്ട്, അതോടൊപ്പം എന്ന് എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മളെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ ആലോചിച്ചാൽ മതി. അതേപോലെ ലി തഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ലി തഅലമ, ആ സ്ത്രീ അറിയുന്നതിന് വേണ്ടി, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ വാഗ്ദാനം സത്യമാണ് എന്ന്. അള്ളാന്റെ വാഗ്ദാനം സത്യമാണ് എന്ന്. അപ്പൊ അന്ന വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഇതിന് പത്തം കൊടുത്തു. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും. നബ്ബിഉഹും, അവരെ നീ അറിയിക്കുക, അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും, വെള്ളം അവർക്കിടയിൽ വീതിക്കപ്പെടുന്നതാണ്. ഖിസ്മത്ത് വീതം വെക്കുന്നതാണെന്ന് അറിയാം. അതായത് അള്ളാന്റെ ഒട്ടകത്തിന് ഒരു ദിവസം അവരുടെ ഒട്ടകത്തിന്. സാലിഹ് നബി അലൈഹി സ്വലാമിയോട് പറയാൻ പറഞ്ഞതാ നബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും. അപ്പൊ അന്ന വന്നുകൊണ്ട് എന്ത് ചെയ്തു? മാഇന് 10 കൊടുത്തു. അതേപോലെ അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അലം തറ, നീ അറിഞ്ഞില്ലേ? നീ കണ്ടില്ലേ? അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അല്ലാഹ് ആകാശഭൂമികളെ എങ്ങനെ സൃഷ്ടിച്ചു? സത്യമായും സൃഷ്ടിച്ചു. ഖലഖസ്സമാവാതി വൽ അർള ബിൽ ഹഖ്. ഇത് മായയല്ല, ഇതെന്താണ്? യാഥാർത്ഥ്യമാണ്. അന്ന, ഇവിടെ പറയുന്ന അന്നയാണ്. അലം തറ അന്നല്ലാഹ, അല്ലാഹ് ഖലഖ, സൃഷ്ടിച്ചു എന്ന്. അല്ലാഹ് സൃഷ്ടിച്ചു എന്ന്. അപ്പൊ അന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്തു? ശേഷം വന്ന അല്ലാഹ് എന്ന നാമത്തിന് പത്താമത്ത് കൊടുത്തു. അതേപോലെ അവലം യറല്ലദീന കഫറു
അന്ന സമാവാതി. അപ്പൊ അന്നയ്ക്ക് ശേഷം എങ്ങനെ പത്തഹ വന്നോടെ സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് കസ്രത്ത് കൊടുത്തു. പത്തഹത്തിന് പകരം കസ്രത്ത് കൊടുത്തു. അന്ന സമാവാതി. അലം അലം അവലം യറല്ലദീന കഫറു. സത്യനിഷേധത്തിൽ കണ്ടില്ലേ? അന്ന സമാവാത്തി ഉള്ള കാനത്ത റത്തൻ. ആകാശഭൂമികൾ എന്തായിരുന്നു? ഒന്നായിരുന്നു എന്ന്, പരസ്പരം ചേർന്നതായിരുന്നു എന്ന് അവർ കണ്ടില്ലേ? അപ്പൊ അന്നയ്ക്ക് ശേഷം എന്ത് ചെയ്തു? കസ്രത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ഓഹോ. സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതുകൊണ്ട്. എനി ഡൗട്ട്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയും ചേർന്ന് ചർച്ച ചെയ്താൽ ഞാൻ പറയുന്നത് കേൾക്കൂല, ഞാൻ പറയുന്നതിന്റെ കണക്ടിവിറ്റി കിട്ടൂല. ആ, ക്ലിയർ ആണോ? അപ്പൊ ആ സെമസ്റ്ററിൽ പഠിക്കേണ്ട ഇന്നയും അന്നയും കഴിഞ്ഞു. ഇന്ന അന്നയും വേറെ കുറച്ച് സൗകര്യമാരുണ്ട്, നമ്മൾ കുറച്ച് വെച്ചിട്ടാ പഠിക്കാം. ഇന്നയും അന്നയുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിനുശേഷം വരുന്ന നാമത്തിന്റെ പത്തകത്ത് വരും. അതാണ് ചിന്തിക്കാനുള്ളത്. പത്തകത്ത് ക്ലിയർ ആയിട്ട് വന്നില്ലെങ്കിൽ ഒന്നുകിൽ ഈനായിട്ട് വരും, അല്ലെങ്കിൽ സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ കസ്രത്ത് വരും. ഇത്രേ പറഞ്ഞോളൂ. എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടോ? ഇന്നയും അന്നയുടെയും ശേഷം വരുന്ന നാമത്തിന് പത്തഹത്ത് വരും. പത്തഹത്ത് വെളിവായില്ലെങ്കിൽ ഈനയുടെ രൂപത്തിൽ വരും. അല്ലെങ്കിൽ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാണെങ്കിൽ പത്തഹത്തിന് പകരം കസ്രത്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞു. നാമവാക്യം എന്താണെന്നൊക്കെ പറഞ്ഞു. അത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്ത് മനസ്സിലാവും. ഓക്കെ ആണോ? അന്ന സമാവാതി കസ്രത്ത് വന്നത്. അതെ, അവിടെ പത്തഹാണ് ഒറിജിനല്. സമാവാത്ത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്ത്രീലിംഗ ബഹുവചനം. സ്ത്രീലിംഗ. ആ, സമാവാത്ത എന്ന് വരില്ല. സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ പത്തഹിന് പകരം കസ്രത്താണ് കൊടുക്കുക. തലക്ക സമാവാത്തി അത് തന്നെയാണ്. തലക്കയുടെ മഫ്ഊലും ബിഹിയാണ് സമാവാത്ത്. അപ്പൊ അവിടെ പത്തഹിന് പകരമാണ് കസ്രത്ത് കൊടുക്കുന്നത്. എല്ലാവരും നോക്കുക, എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇപ്പഴേ ക്ലിയർ ചെയ്ത് പോവാം. ഇന്നയും അന്നയും കഴിഞ്ഞു. തീർച്ചയായും കഴിഞ്ഞു. തീർച്ചയായും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഒരു റിലാക്സ് എടുക്കുക. എന്നിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ഈ 6ാമത്തെ സെന്റൻസില് അനന്തരം ഹലക്ക സമാവാത്തി വല്ല അറുതാന്ന് വല്ല 2 കർമ്മം ഉണ്ടല്ലോ സർ. ഇതുകൊണ്ട് ബന്ധപ്പെട്ട് എല്ലാം ചോദിക്കുകയാണ്. ഹലക്ക സമാവാത്തിയില് സമാവാത്തി ഒരു കർമ്മമാണ്, അറുതായും കർമ്മമല്ലോ സർ? അങ്ങനെയല്ല പറയുന്നത്. ശരിക്കും അതിന്റെ നിയമം പറഞ്ഞാൽ ഹലക്ക സമാവാത്തി, അതായത് ക്രിയ കഴിഞ്ഞാൽ കർമ്മം. അപ്പൊ സമാവാത്ത് കർമ്മമാണ്. സമാവാത്ത് കർമ്മമാണ്. പിന്നെ വാ ചേർത്താൽ കർമ്മത്തോട് ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് അറുതിന് കർമ്മത്തിന്റെ അടയാളം കൊടുത്തത്. അല്ല, അവിടെ 2 കർമ്മം എന്ന് പറയൂല. 2 കർമ്മം എന്ന് പറഞ്ഞ എന്താണ്? അലം നജ്അലിൽ അർദ മിഹാദൻ. അപ്പൊ എന്തായി? അലം നജ്അൽ നാം ആക്കിയില്ലേ? എന്തിനെ ആക്കി? അർദിനെ ആക്കി. എന്താക്കി? മിഹാദാക്കി. അപ്പൊ അവിടെ എന്താണ്? 2 കർമ്മം. ഇവിടെ വാ വന്നുകൊണ്ട് അഅ്ബുദുല്ലാഹ
يا أيها الناس اعبدوا ربكم الذي خلقكم الذين من قبلكم لعلكم تتقون الذي جعل لكم الأرض تقكم فراشا فراشا എന്താണ് فراشا ജാലലക്കുമുള്ള അറുത السماء ഫിറാശൻ. അപ്പൊ അറുത് ഒന്നാമത്തെ فراشا കർമ്മം, ഫിറാശ് രണ്ടാമത്തെ കർമ്മം. ഇവിടെ എന്താണ് വാ വന്നാൽ രണ്ടാമത്തെ കർമ്മം എന്നല്ല പറയുക, അതിന് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തിയത് കൊണ്ട് അതിന്റെ അടയാളമാണ് അറുതിനും കൊടുക്കുക. മനസ്സിലായി ഉസ്താദ്. ഓക്കെ, വേറെ എല്ലാ ഗ്രാമറുകളും നോക്കുന്നത്, നിങ്ങൾ ഒന്ന് നോക്കിയാലേ ഒന്ന് കൺഫേം ആകുള്ളൂ. പിന്നെ നോക്കുക, നമ്മൾ മറ്റേതൊക്കെ അത് മനസ്സിലായാലും ചോദിക്കാം, കുഴപ്പമില്ല, കാരണം നേരത്തെ പഠിച്ചതാണ്. അതെ. കർമ്മമൊക്കെ നേരത്തെ പഠിച്ചതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ എപ്പോഴാണ് രണ്ട് കർമ്മം വരുന്നത്. രണ്ട് കർമ്മം വന്നാൽ വാ ഉണ്ടാവില്ല കേട്ടോ. രണ്ട് കർമ്മമാണെങ്കിൽ അതിന്റെ രണ്ട് കർമ്മത്തിന്റെ ഇടയിൽ വാ ഉണ്ടാവില്ല. മനസ്സിലായി ഉസ്താദ്. അത്തീന മൂസൽ കിതാബ എന്ന് പറഞ്ഞപ്പം അത്തീന നാം നൽകി, മൂസാക്ക് നൽകി. അപ്പൊ മൂസ ഒന്നാമത്തെ കർമ്മമാണ്. ആർക്ക് നൽകി? ആത്ത എന്ന വാക്കിന് എപ്പോഴും രണ്ട് കർമ്മം ഉണ്ടാവും. ആർക്ക് നൽകി എന്ന് പറയുന്നത് ഒന്നാമത്തെ കർമ്മം, എന്ത് നൽകി എന്ന് പറയുന്നത് രണ്ടാമത്തെ കർമ്മം. ആത്തീന മൂസൽ കിതാബ, മൂസാക്ക് നൽകി, എന്തിനു നൽകി? കിതാബ്. ഇപ്പൊ കിതാബ് രണ്ടാമത്തെ കർമ്മം. അപ്പൊ അതിന്റെ ഇടയിൽ വാ ഉണ്ടാവില്ല. രണ്ട് കർമ്മം വന്നാൽ രണ്ട് കർമ്മങ്ങൾക്കിടയിൽ വാ ഉണ്ടാവില്ല. നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ കർമ്മത്തിന്റെ അടയാളം രണ്ടാമത്തേന്നും വന്നാൽ അത് വായുണ്ടെങ്കിൽ അതിനെ മുമ്പുള്ളതുമായി ബന്ധപ്പെടുത്തിയതാണ്. അപ്പൊ ആ മുമ്പുള്ളതിന്റെ നിയമം ഇതിനും. ആർക്ക് നൽകേണ്ടത് ഓക്കെ, മനസ്സിലായി ഉസ്താദ്. ആ പിന്നെ എന്നെയൊക്കെ മനസ്സിലായോ? അത് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നവരാ അടുത്ത് വേറെ ആരുണ്ട് ചർച്ച ചെയ്യുന്നത്? എവിടെ ആരോ ചർച്ച ചെയ്യുന്ന കേട്ടോ, അടുത്ത് ഇത് ഇന്നയാണ് എന്നെയാണെന്ന് പറഞ്ഞ ആരെങ്കിലും അടുത്ത്? അങ്ങനെയല്ല, എല്ലാവരും ഒരു സ്ഥലത്തിരുന്നും പഠിക്കാം. അല്ല, മണക്കാട് പുതിയ ക്ലാസ് വരാൻ പോണെന്നാ പറയുന്നത് കേട്ടോ. കുറെ ആളിനെ ചേർക്കണം. മാത്രമല്ല നമ്മളെ ബുധനാഴ്ചത്തെ 1500 വേർഡ്സിൽ ആരെയും ചേർത്താൽ മതി. നമ്മളെ പുതിയ എന്താ പറയാ കോണ്ടാക്റ്റുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം. പുതിയ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ, അഭ്യസ്ത വിദ്യരായ ആൾക്കാരെയാണ് നമ്മൾ കേട്ടേണ്ടത്. അവര് നമ്മൾ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാവും. അല്ലാതെ വാഴ കേൾക്കാൻ പറയുന്നവരെ വന്നാൽ നമ്മളതിൽ വാഴതൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഖുർആൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ഖുർആൻ മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാരെന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതുപോലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് പറയണത് 1 മണിക്കൂറിൽ ഖുർആനിലെ 15,000 വാക്കുകൾ പഠിപ്പിച്ചാലും കണ്ടോളിയെന്ന് പറയണം. അതിൽ അരമണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും. പിന്നെ അരമണിക്കൂറിന്റെ താഴെ മാത്രമേ 15,000 വാക്കുകൾ പറയാൻ എടുക്കുള്ളൂ. 15,000 വാക്കുകൾ പറയാൻ വേണ്ടി 15 മിനിറ്റ് മതി. 15,000 വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി 15 മിനിറ്റ് മതി. ബാക്കി മുക്കാൽ ഭാഗം ഒരു 15 മിനിറ്റ് തുടക്കത്തിനും ഒടുക്കത്തിനും പോകും. ബാക്കി അരമണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് 1 മണിക്കൂർ. ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഖുർആൻ വായിച്ചാൽ മനസ്സിലാകുമെന്നും അതേപോലെ ഖുർആൻ വളരെ എളുപ്പമാണെന്നും മനസ്സിലാകുന്നതോടൊപ്പം എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന് തീരുമാനത്തിലെത്തണം എന്നും അവർക്ക് മനസ്സിലാവും. ഇതാണ് ആ ക്ലാസിന്റെ ഉദ്ദേശം. ഇത്തരം ക്ലാസ്സുകളാണ് നമ്മൾ ഇടുക്കിയിലും എവിടെയൊക്കെ ചെയ്തത്, കണ്ണൂരൊക്കെ ചെയ്തത്. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് മണിക്കൂർ വാങ്ങിയിരുന്നു. അവസാനം 2 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് 1 മണിക്കൂറൊന്നും വേണ്ട. 1 മണിക്കല്ല 2 മണിക്കൂറൊന്നും കേട്ടിരിക്കാൻ ആൾക്കാർക്ക് ക്ഷമ ഉണ്ടാവില്ല. അത് നമ്മൾ മോട്ടിവേഷൻ എല്ലാം കുറച്ചിട്ട് അരമണിക്കൂർ മോട്ടിവേഷൻ, അരമണിക്കൂർ വാക്കുകൾ പഠിക്കും. അപ്പൊ നിങ്ങളെ ആ തരത്തിലുള്ള കോണ്ടാക്റ്റുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം.
എന്നിട്ട് നിങ്ങളെ ഇതിന്റെ പരസ്യം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ആക്കുക. സ്റ്റാറ്റസ് ഇല്ല. സ്റ്റാറ്റസ് ആക്കിയാൽ നിങ്ങളെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും കിട്ടും. അപ്പൊ അതെന്താണെന്ന് അവർ ചോദിച്ചു. സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരാള് സ്റ്റാറ്റസ് ചോദിച്ചു, ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്താണെന്ന്? ഒരാള് ചോദിച്ചു സാർ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് ആ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവര് ഖുർആൻ പറഞ്ഞ എളുപ്പമാണ്. ഉം. ഖുർആൻ പറഞ്ഞ എളുപ്പമാണ്. അപ്പൊ ഇത് പഠിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. അവര് ഡോക്ടർ എഞ്ചിനീയേഴ്സും ഒക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഞങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പേജ് വായിച്ചു തീർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ 604 പേജുള്ള ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ എത്ര സമയം വേണം എന്ന് ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല അവര് ലാംഗ്വേജ് നന്നായി പഠിക്കുന്നുമില്ല. അവർ പഠിക്കുന്നതെല്ലാം ഒരുപാട് സംഭവങ്ങളെ റെഫർ ചെയ്യുന്നതാണ്. അപ്പൊ അതുവരെയുള്ള അറിവ് വെച്ചുകൊണ്ടാണ് അവർ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ലാംഗ്വേജ് ഗ്രാമർ നമ്മൾ വിളങ്ങുന്ന പോലെ ഇംഗ്ലീഷ് ഗ്രാമറും സ്ട്രക്ചറൊന്നും അവർ പഠിക്കുന്നില്ല. സെന്റൻസ് സ്ട്രക്ചറും ഗ്രാമറൊന്നും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പഠിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അതും ഇതിന്റെ മറ്റൊരു തെളിവാണ്. ഖുർആൻ പറഞ്ഞ എളുപ്പമാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം അവർക്കത് വായിച്ച് മനസ്സിലാക്കണം എന്ന് തോന്നിക്കഴിയുന്നതുകൊണ്ട് അവർ വായിക്കുന്നു, മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. ഗ്രാമർ ഒന്നും പഠിച്ചില്ല അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഡോക്ടർ ഹാർട്ട് ഓപ്പൺ എന്താ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ഡോക്ടർ ലാംഗ്വേജ് അറിയാത്ത ആളാണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം അതിന്റെ ഗ്രാമർ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ശരി, അടുത്ത പ്രാവശ്യം കാന അഹവാത്തുക പഠിക്കാൻ പോവുകയാണ്. ഇന്നയുടെ സഹോദരിമാരും ഇന്നയും സഹോദരിയും പഠിച്ചാൽ കാനയും സഹോദരിമാരാണ് പഠിക്കാൻ പോകുന്നത് അടുത്ത പ്രാവശ്യം. അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഇട്ടത്. രണ്ടും കൂടെ ഒരിക്കലും തിരിയാൻ പാടില്ല. അതിനിടയ്ക്ക് നിങ്ങൾ ഇന്ന നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഖുറാനിലുള്ള ഇന്നയെല്ലാം നോക്കി ഇന്നയും അന്നയൊക്കെ നോക്കി ഇതേപോലെയാണോ വരുന്നതെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് വേണം. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തൗഫീഖ് നൽകട്ടെ. ഖുർആന്റെ അള്ളാഹ് നമ്മളെ ഖുർആന്റെ സന്ദേശവാഹകരായ മലക്കുകളോടൊപ്പം ആക്കട്ടെ. സ്വർഗത്തിൽ ഖുർആന്റെ സന്ദേശവാഹകരായ മലക്കുകളോടൊപ്പം താമസിക്കുന്ന ഒരു ദർജയുണ്ട്, ഒരു പദവിയുണ്ട്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി. ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ട് ഖുർആൻ വായിക്കണം. അതിനാണ് നമ്മൾ ഈ ഗ്രാമറും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. വാക്യഘടനയും ഗ്രാമറും ഒക്കെ പഠിച്ചിട്ട് അതിൽ അവഗാഹം നേടിക്കൊണ്ട് ഖുർആൻ വായിച്ചാൽ വലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ആദരണീയരും പുണ്യവാന്മാരുമായ ഖുർആന്റെ സന്ദേശവാഹകർ ആയ മലക്കുകളോടൊപ്പം ആയിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നമ്മെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. السلام. السلام.